ഹലോ ഫ്രണ്ട്സ്, ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ വൈകുന്നേരമാണ് അന്ന് അമ്പലത്തിൽ പോയത്. മുഖത്തിലെ മുരാരി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കൊല്ലത്തെത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഭഗവാന്റെ ഒരുപാട് പെയിന്റിങ്ങുകൾ അവിടെ കാണാൻ പറ്റി. അതായത് ആരെങ്കിലുമൊക്കെ നേർച്ചയായിട്ട് സമർപ്പിച്ചതായിരിക്കാം. ക്ഷേത്രത്തിന്റെ മുൻവാതിലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് അതിമനോഹരമായിട്ടുള്ള 2 പെയിന്റിങ്സ് ഉണ്ട്. ഒന്ന് കൗമാരത്തിലെ ശ്രീകൃഷ്ണനും മറ്റൊന്ന് കുഞ്ഞിക്കണ്ണനുമാണ്. പിന്നെ നമുക്കെവിടെ പോയാലും ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ട്. അവിടുത്തെ സ്കൾപ്ചർ, അവിടുത്തെ പെയിന്റിങ്സ്, അതൊക്കെ ആയിരിക്കും ആദ്യം കണ്ണിപ്പെടുക. അപ്പം ഞാൻ ആ പെയിന്റിങ്സിന് മുന്നിൽ പോയി കുറച്ച് നേരം നോക്കിയിരുന്നു. എനിക്ക് ഭഗവാന് ചാർത്തിയ ഒരു തുളസിമാല കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആലില കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ അവസാനമായിട്ട് ഉത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. പണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കുറച്ചു കാലം നിരീശ്വരവാദിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് തിരിച്ചു ചോദിച്ചു, നീ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അമ്പലത്തിൽ ചെന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അത് അമ്പലത്തിൽ കത്തിക്കുന്ന സാമ്പ്രാണിത്തിരിയുടെയും ചന്ദനത്തിൻ്റെ ഒക്കെ ഗന്ധം കൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് എനർജിയാണെന്ന്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് എന്തിൻ്റെ തന്നെ ആയാലും പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്നാണ്. അത് സത്യമല്ലേ? നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവളെ ഓർക്കാറുണ്ട്.